ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ഗൃഹസ്ഥരായ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് ധർമ്മനിഷ്ഠയും സദാചാരചര്യയുമാണ്. ആരുടെ ബോധമണ്ഡലമാണോ സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത്, അയാൾക്കൊരിക്കലും ധർമ്മപഥത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല. അയാളുടെ എല്ലാ പ്രവൃത്തികളും നീതിയുക്തമായിരിക്കും. നാവുകൊണ്ട് ഭക്തിയെയും ജ്ഞാനത്തെയും കുറിച്ച് പ്രസംഗിക്കുകയും പ്രവൃത്തിയിൽ തിന്മ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് കപടതയല്ലേ? ധർമ്മത്തിൽ നിന്നകന്ന ജീവിതം നാശത്തിലേക്കും അപമാനത്തിലേക്കുമുള്ള വഴിയാണ്. അത് നിരന്തരമായ മരണമാണ്. ഈശ്വരൻ ധർമ്മസ്വരൂപൻ തന്നെയാണ്. ധർമ്മത്തോടുള്ള ആദരവോ സത്യത്തോടുള്ള ഭക്തിയോ ഇല്ലാതെ അവനെ അന്വേഷിക്കുന്നത് വ്യർത്ഥമായ പരിശ്രമമാണ്. കാമവികാരത്താൽ പ്രേരിതയായ ഉർവശി സ്വർഗലോകത്ത് വെച്ച് അർജുനനെ സമീപിച്ചത് തൻ്റെ ദുർമോഹം സഫലമാക്കാനായിരുന്നു. എന്നാൽ വീരനായ അർജുനൻ ഉർവശിയെ അമ്മേ എന്ന് വിളിച്ച് അവർക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. എൻ്റെ കുട്ടികളെ, സ്വർഗവാസികളുടെ മുന്നിൽ പോലും അർജുനനെ ഉന്നതനാക്കിയ ആ ധർമ്മനിഷ്ഠ നിങ്ങൾ കൈവരിക്കുക. ഗൃഹസ്ഥരെ, ആ വീരരക്തം ഇപ്പോഴും നിങ്ങളുടെ ധമനികളിൽ ഒഴുകുന്നില്ലേ? പവിത്രവും വിശുദ്ധവുമായ രക്തം, ധർമ്മത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന രക്തം, ആത്മബലത്തിൻ്റെയും വീര്യത്തിൻ്റെയും പൂർണ്ണതയുടെയും പവിത്രമായ അടയാളമായ ആ രക്തം. പുസ്തക പാരായണത്തിലൂടെ നേടിയെടുത്ത വേദാന്ത സത്യങ്ങളെക്കുറിച്ചുള്ള ബൗദ്ധികമായ അറിവല്ല ലോകത്തിൽ നിങ്ങളെ മഹത്വപ്പെടുത്തുന്നത്. ഗൃഹസ്ഥരായ നിങ്ങൾ ബ്രഹ്മനിഷ്ഠ, കർമ്മനിഷ്ഠ, ധർമ്മനിഷ്ഠ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്നവരാകണം. എങ്കിൽ മാത്രമേ ആത്മീയതയുടെ മഹത്വവും നിങ്ങളുടെ ഭക്തിയുടെയും മൗനജ്ഞാനത്തിൻ്റെയും ശ്രേഷ്ഠതയും പ്രകടമാക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. സന്യാസിമാർ സ്വന്തം ആത്മാവിനെ രക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വ്യക്തിപരമായ മോക്ഷമാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ നിങ്ങൾ ആ മോക്ഷാനന്ദം സഹജീവികളുമായി പങ്കുവെക്കണം. നിങ്ങൾ ജ്ഞാനത്തിലും പവിത്രതയിലും ആത്മത്യാഗത്തിലും സ്നേഹത്തിലും വളരുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആത്മാക്കളും ഉദ്ധരിക്കപ്പെടും. ഇതാണ് ഗൃഹസ്ഥാശ്രമത്തിലെ ആത്മീയ മഹിമ. മനുഷ്യരാശിക്ക് വേണ്ടി നിങ്ങളുടെ മോക്ഷപ്രാപ്തി പോലും ത്യാഗം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ആ നിമിഷം തന്നെ നിങ്ങളുടെ സംസാര ബന്ധനങ്ങൾ അവസാനിക്കും. നിങ്ങൾ മുക്തരാകും. കാരണം അഹം അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ വിനാശമാണ് യഥാർത്ഥ മോക്ഷം. മാനവരാശിയോടുള്ള സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും അദ്ദേഹം കൈവരിച്ച സമ്പൂർണമായ ആത്മസമർപ്പണത്തിലാണ് ബുദ്ധദേവന്റെ നിർവാണ മഹിമ നിലകൊള്ളുന്നത്. നിയന്ത്രിക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾ, ശുദ്ധീകരിക്കപ്പെട്ട മനസ്സ്, പ്രബുദ്ധമായ ബോധം, നിർമ്മലമായ ഹൃദയം ഇവയാണ് പരമാത്മാവിനെ ആരാധിക്കാൻ ഒരു ഗൃഹസ്ഥൻ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ. അയാളുടെ മുഴുവൻ ജീവിതവും ഒരു യജ്ഞമാണ്, ഏറ്റവും ഉന്നതമായ ശ്രേണിയിലുള്ള ഒരു വിശുദ്ധ ബലി. നിരാകാരമായ പരബ്രഹ്മം യഥാർത്ഥത്തിൽ ഒരു ആരാധനാ വസ്തുവാകാൻ കഴിയില്ല. കാരണം അത് രണ്ടാമതൊന്നില്ലാത്ത അദ്വൈതമായ പരമസത്യമാണ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ആ പരമപൊരുളിനെ ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം അവ പ്രകൃതിയുടെ വികാരഭേദങ്ങളായതുകൊണ്ട് ജഡമാണ്. മനസ്സ് ആത്മാവിൽ ലയിക്കുക എന്നത് മാത്രമാണ് പരമാത്മാവിനെ നേരിട്ട് ദർശിക്കാനുള്ള ഏക വഴി. ആത്മത്യാഗമെന്ന തപസ്സിലൂടെയും ആത്മസമർപ്പണമെന്ന യോഗത്തിലൂടെയും നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നേടിയെടുക്കേണ്ടത് ഇതാണ്. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.